ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അഞ്ചാം വിരൽ എങ്ങോട്ട് ചൂണ്ടണം? അഞ്ചാം വിരൽ ചൂണ്ടപ്പെടുന്ന ആ 2030 കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് കഴിഞ്ഞ അഞ്ചാം വിരൽ ചൂണ്ടുന്ന ആ വീഡിയോയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കണ്ടത് ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്ന വചനമാണ്. ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് അതിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവിടുന്ന് അല്പോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇറാനും അമേരിക്കയും ഇങ്ങനെ നേർക്ക് നേർ എന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വാർത്ത കേട്ടാൽ പേടിയാവും. പക്ഷേ നമുക്ക് പേടിയില്ല. കാരണം വെച്ചാൽ പേടിച്ചിട്ട് കാര്യമില്ല. പേടിച്ചിട്ട് എങ്ങോട്ട് ഓടാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പ്രശ്നങ്ങളെല്ലാം ദൈവം അനുവദിക്കുന്നതാണ്. കാരണം സാത്താനും ദൈവം തമ്മിലാണ് ഭൂമിയിൽ യുദ്ധം. അത് ലോകരാഷ്ട്രങ്ങളിൽ കൂടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ ഉള്ളിലെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലാണ് യുദ്ധം നടക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കും അമേരിക്കയും ഇറാനും തമ്മിലാണ് യുദ്ധം. ഒരിക്കലുമല്ല. അമേരിക്കയുടെ ഭാഗത്ത് ദൈവിക മഹത്വത്തിൻ്റെ ഭാഗവും പ്രത്യേകിച്ച് ക്രിസ്ത്യാനി എന്നൊരു നിലയും മറ്റേ ഇപ്പോഴത്തെ ഇറാൻ്റെ ഭാഗത്ത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അതിൻ്റെ ആത്മാവ് വേറെ, അമേരിക്കയുടെ ആത്മാവ് വേറെ. അപ്പോൾ ഇതിന് രണ്ട് പക്ഷത്തുമുള്ള ആത്മാക്കൾ രണ്ടും രണ്ട് പക്ഷമാണ്, രണ്ട് ദൈവമാണ്. അപ്പോൾ ദൈവവും സാത്താനും തമ്മിലാണ് യുദ്ധം. അതിൻ്റെ മാനുഷിക ദൃഷ്ടിയാണ് ഏത് ഇറാനെന്നോ ഇറാഖെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം എവിടെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടെങ്കിലും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു, ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിൻ്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരെയും അടച്ചു മുദ്ര വെച്ചതാണ്. അവിടെയാണ് പ്രശ്നം. ഈ ഇത്രയും കാര്യങ്ങൾ ദാനിയേൽ പ്രവാചകനോട് കർത്താവ് ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ദാനിയേലേ, ഇനി നീ നിൻ്റെ വഴിക്ക് പോക്കൂ. ഇനിയിപ്പോൾ നീനോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിനക്ക് തരാനുള്ള സന്ദേശം മുഴുവൻ തന്നു. അപ്പോൾ എളിദാസനോടും കർത്താവ് പറയുകയാണ്, ഇനി എനിക്ക് പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, വെളിപാട് ഗ്രന്ഥം പൂർണ്ണമായും, ലോകം എപ്പോൾ അവസാനിക്കും, എങ്ങനെ അവസാനിക്കും, അതിനുശേഷം പ്രപഞ്ചം എങ്ങനെ അപ്രത്യക്ഷമാകും, അതിനുശേഷം നിത്യപാതാളം എന്ന ഒരു സ്ഥലവും നിത്യസ്വർഗം എന്നൊരു സ്ഥലവും, പ്രപഞ്ചം ഇല്ലാതാക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തെ രണ്ട് വസ്തുക്കൾ, ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവും ആയി അവശേഷിക്കുന്ന ആ സംഭവം, നിത്യരാജ്യത്തിലെ നിത്യജീവൻ്റെ ആ സ്വർഗീയ കവാടത്തിലൂടെ നമ്മൾ കയറി അതിനുള്ളിലായി അവസാനം ഷട്ടർ താഴേക്കിട്ട് ജനത്തെ അതിനകത്ത് കർത്താവ് സംരക്ഷിച്ച് തൻ്റെ പൊന്നോമന മക്കൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാതെ പോയതും സ്വർഗത്തിൽ ലഭിക്കുന്നതുമായ നിത്യഭാഗ്യവും നിത്യാനന്ദവും നിത്യസന്തോഷവും നിത്യശരീരവും നൽകപ്പെട്ട് ആ നിത്യമത്തിലേക്ക് പോയി അവിടെ എത്തപ്പെടുന്ന ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞു. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ വഴിക്ക് പോവുക. ദാനിയേലേ, നീ നിൻ്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിവസം വരെ അടച്ചു മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ദുഷ്ടത പ്രവർത്തിക്കും. അപ്പോൾ കർത്താവ് അടച്ച അവസാന ദിവസം വരെ മുദ്ര വെച്ചതാണെന്ന് പറഞ്ഞെങ്കിലും അവിടുന്ന് 1000 വർഷം മുന്നോട്ട് പോയി. ഇന്നേക്ക് കണക്കൂട്ടിയാൽ 3000 വർഷം പുറകിൽ, ആ 3000 വർഷത്തിന് മുന്നോട്ട് കണക്കൂട്ടിയാൽ 2000 വർഷം, അത് ക്രിസ്തുവിന് ശേഷമുള്ള 2000 വർഷം തികയാറായി നിൽക്കുന്ന 7 വർഷത്തിനു മുമ്പ് ഇതിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ കർത്താവ് ചില വ്യക്തികളെ ഈ ഭൂമിയിൽ അനുവദിക്കുന്നുണ്ട്. അത് എഴുതി വെച്ചിരിക്കുന്ന ഇവിടെയാണ്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു. ഉണ്ടോ? വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ വീണ്ടും ദൈവം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? വീണ്ടും പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ 3000 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക സഭയും ഈ ലോകത്തുള്ള എല്ലാവരും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അതിപ്രധാനമായ വെളിപാട് ഗ്രന്ഥം വ്യാഖ്യാനിച്ച് അതിൻ്റെ ത്രിതല ജ്ഞാനം ജനത്തിന് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. കർത്താവ് 3000 വർഷം മുമ്പ് ദാനിയേൽ പ്രവാചകനിലൂടെ എഴുതി വെച്ച ദാനിയേൽ പ്രവചനം മുഴുവൻ അടച്ചു മുദ്ര വെച്ചു.
അത് പിന്നെ അതിൻ്റെ ഉള്ളിലെ രഹസ്യം ദൈവം അർത്ഥമാക്കുന്ന നിഗൂഢ, പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിൽ 7 കാഹളങ്ങൾ, 7 മുദ്രകൾ, 7 സഭയുടെ 7 സഭയ്ക്കുള്ള ദൂതന്മാരുടെ ദൂത്, 1000 വർഷം തികയുമ്പോൾ, വെളിപാട് 27, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിതനാകും, പിന്നെ അവൻ എന്ത് ചെയ്യും തുടങ്ങിയ എല്ലാം നിഗൂഢാർത്ഥത്തിൽ എഴുതപ്പെട്ട മുദ്രിതമാക്കപ്പെട്ട ഈ തിരുവചനങ്ങളെ തുറന്ന് അതിൻ്റെ ത്രിതല ജ്ഞാനം ഈ ജനത്തിന് അല്ലെ സഭയ്ക്ക് ലോകത്തിന് കൊടുക്കുവാൻ ജ്ഞാനമുള്ള ആരെയും കർത്താവ് കണ്ടില്ല. അങ്ങനെ ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് അവരിലൂടെ സംസാരിക്കും. ആ സംസാരം ദൈവം ചില വ്യക്തികളിൽ കൂടെ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇനിയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്ന കാലഘട്ടമാകുമ്പോഴേ പിന്നെ ഈ വചനത്തിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവെന്ന് ചില വ്യക്തികളെ ഉപയോഗിച്ച് തുറക്കുകയുള്ളൂ. ആ തുറന്ന് സംസാരിക്കുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കും, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ണുപറിച്ച്, ഇത് ദൈവവചനമാണ്, ഈ ദൈവവചനത്തിൽ നിന്ന് കണ്ണുപറിച്ച് നമ്മൾ നോക്കേണ്ടത് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന, പശ്ചിമേഷ്യ എന്നൊക്കെ പറയുന്ന ആ രാജ്യത്തേക്ക് നോക്കണം. ലോകത്ത് മുഴുവനും പെട്രോൾ ഡീസൽ കൊടുക്കുന്ന എണ്ണ രാഷ്ട്രങ്ങൾ ആയ UAE, ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ആ രാഷ്ട്രങ്ങളിൽ അവിടുന്നാണ് ലോകത്തിലെ എല്ലാ യന്ത്രങ്ങളിലേക്കും ആവശ്യമായ പെട്രോൾ ഡീസലും പോകുന്നത്. ആ ഭാഗത്താണ് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫലം നടക്കാൻ പോകുന്നു. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? പെട്രോൾ ഡീസൽ അവിടെ ഇല്ലാതെ വരും. ഹോർമോസ് കടലിൽ കൂടെ കപ്പൽ ഗതാഗതം നിലച്ചു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെട്രോൾ ഡീസൽ നമ്മുടെ പെട്രോൾ ടാങ്കുകളിൽ ഇല്ലാതെ വരികയും അതിന് അഥവാ കുറച്ചുണ്ടെങ്കിൽ അതിന് 100 രൂപ കൊടുക്കേണ്ടടുത്ത് 1000 രൂപ കൊടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മുടെ ക്രയവിക്രയ സംവിധാനം, ജീവിത നിലവാര അവസ്ഥ, സാധാരണ നിലയിലെ ജീവിത പശ്ചാത്തലം നമ്മളിന്ന് അപ്രത്യക്ഷമാവുകയും മനുഷ്യൻ്റെ ഒന്നാമത്തെ ദുരിതത്തിന് മുദ്ര തുറക്കുകയും ചെയ്യും. ആ മുദ്ര പൊട്ടുകയും അതിൻ്റെ തുറന്ന് ആ മുദ്രയിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അത് പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനിയും ഈ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ 2030 ജൂലൈ 1 മുതൽ അവിടുന്ന് 2031 നമ്മുടെ കൈ ചൂണ്ടുമ്പോൾ, 6-ാം വിരൽ നമ്മൾ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ സംഭവിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മേറ്റരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയാം, കേരളത്തിലും ലോകത്തിന്, കേരളത്തിലേ ഉള്ളൂ, വിദേശത്തൊന്നും ധ്യാനവും ഇല്ല, കുമ്പസാരവും ഇല്ല, കുർബാനയില്ല, കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറേ കലാപരിപാടികൾ എന്ന രീതിയിൽ ദേവാലയം ഉണ്ടായേക്കാം, അവിടെ ചില കുർബാനകൾ ചൊല്ലിയേക്കാം, ചില രസകരമായ കുമ്പസാരങ്ങളൊക്കെ നടന്നേക്കാം വിദേശ രാഷ്ട്രങ്ങളിൽ. ഞാൻ പോകാത്തതുകൊണ്ട് കാണാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, പറഞ്ഞു കേൾവിയുള്ളൂ. പിന്നെ കുറച്ച് നാടകം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരള സഭയിൽ ഇപ്പം നല്ല നാടകം നടക്കുന്ന സമയമാണ്. അപ്പോൾ നാടകം ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ ആ കർത്താവ് പറയാണ്, എന്നാൽ ഇതിനകത്ത് ജ്ഞാനികളുണ്ട്. അറിവിൻ്റെ തലമല്ല, ജ്ഞാനത്തിൻ്റെ തലം. ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഉള്ളവർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജ്ഞാനത്തിൽ ആയിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവർ, വിശുദ്ധിയിലായിരിക്കുന്നവർ, വിശുദ്ധിയുടെ ഫലമായ ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ ഫലത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അവർ ഇനിയും തങ്ങളെ തന്നെ കൂടുതൽ വെണ്മയുറ്റവരാക്കി മാറ്റുമെന്ന് സർവശക്തനായ പിതാവ് എഴുതി വെച്ചിരിക്കുകയാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ വീണ്ടും ദുഷ്ടത പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ അശുദ്ധിയിലായിരിക്കുന്നവർ ആ അശുദ്ധി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. സിനിമ കാണാനായിട്ട് എല്ലാ ദിവസവും പതിവായിട്ട് പോകുന്നത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് കാണാൻ വേണ്ടി പോകുന്നവർ അത് കാണാൻ വേണ്ടി പോകും, ഇത് കാണാൻ വേണ്ടി പോകുന്നവർ ഇത് കാണാൻ വേണ്ടി പോകും, അത് ചെയ്യുന്നവർ അത് ചെയ്യും. ഇങ്ങനെ ആ രീതിയിൽ ആയിരിക്കുന്നവർ അങ്ങനെ തന്നെ പോകും. ഇനി ഏത് വചനപോഷണം വന്നാലും, ഈ ലോകത്ത് ഏത് ബോംബ് പൊട്ടിയാലും, ഈ ലോകം അപ്രത്യക്ഷമായാലും, ഈ സഭ ഇല്ലാണ്ടായാലും, ഈ സംവിധാനം നിന്നു പോയാലും അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദുഷ്ടത ചെയ്യുന്നവർ അങ്ങനെ ദുഷ്ട പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നിർമ്മലാക്കാൻ വേണ്ടി. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഗ്രഹിക്കില്ല. അതാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം. അശുദ്ധി ഉള്ള വ്യക്തികൾക്ക് തിരുവചന ലിഖിതങ്ങളിലെ അത് ദൈവം അർത്ഥമാക്കുന്ന അതിൻ്റെ ജ്ഞാനമോ അർത്ഥവ്യാപ്തിയോ അതിൻ്റെ സംഭവങ്ങളോ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ജ്ഞാനികൾ ഗ്രഹിക്കും,
ജ്ഞാനം വിശുദ്ധിയാണ്. വിശുദ്ധീകരിക്കപ്പെട്ടു. ഏതാണ് ഈ വിശുദ്ധി? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ആധുനിക ലോകത്തിലെ ഒരു സംവിധാനങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടരുത്, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്നലത്തെ ക്ലാസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വിശദമായിട്ട് പറയുന്നില്ല. ഇന്നലെ പറഞ്ഞുകൊണ്ടായതുകൊണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കില്ല. ഈ ആധുനിക ലോകത്തിൽ അവൻ ജീവിക്കുന്ന ആധുനിക ലോകത്തിലാണ്. അപ്പം നമുക്ക് ഈ ലോകത്ത് നിന്ന് പുറകോട്ട് പോയി ജീവിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ കണ്ണ്, കാത്, ഇന്ദ്രിയങ്ങൾ. ഇപ്പം നമുക്ക് ഗ്യാസ് വേണം, അത് ഇന്ദ്രിയത്തെ ബാധിക്കുന്നതല്ല. പെട്രോൾ ഡീസൽ വേണം, അത് ഇന്ദ്രിയത്തെ ബാധിക്കുന്നതല്ല. ഭക്ഷണം വേണം, അത് ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കർത്താവ് അർത്ഥമാക്കുന്ന എന്താണ്? അതാണ് വെളിപാട് 22:10 കർത്താവ് വന്നിരിക്കുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെളിപാടത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടവെന്നവർ അനുഗ്രഹീതരാണ്. ഈ തിരുവചനം ഗ്രഹിച്ച് രൂപാന്തരപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് നമ്മൾ ഈ ലോകത്ത് കടന്നുപോയാൽ അവിടെ അനുഗ്രഹീതരാണ്. ആ അനുഗ്രഹം ഏതാണ്? അത് നിത്യജീവനാണ്, നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ്. അപ്പോൾ കർത്താവ് ഈ ഇറാനും അമേരിക്കയും തമ്മിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ ഈ 30 ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടെ 35 ജൂലൈ മാസം 1-ാം തീയതി 2026 ജൂലൈ 1-ന് അവിടെ 1290 എന്ന സംഖ്യ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് വന്നിരിക്കുന്നത്. നിരന്തര ദഹനബലി നിർത്തലാക്കി വിനാശകരമായ മ്ലേച്ഛതയിൽ പരീക്ഷിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാവും. അപ്പോൾ 2030 ഒരു പ്രത്യേകതയുണ്ട്. അവിടെ 1290 എന്നൊരു സംഖ്യ തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2030 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ പുതിയ ദേവാലയത്തിലെ ജെറുസലേം ദേവാലയത്തിലെ 3.5 വർഷത്തെ നിരന്തര ദഹനബലി അവിടെ നിർത്തലാക്കും. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നിരന്തര ദഹനബലി അവിടെ തുടങ്ങാത്തത് കൊണ്ട് അത് നിർത്തലാക്കിയിട്ടുമില്ല. തുടങ്ങാതെ എങ്ങനെയാണ് നിർത്തലാക്കുന്നത്? അവിടെ 3.5 വർഷം അവിടുത്തെ ഇനി വരാനിരിക്കുന്ന 3.5 വർഷം 2027 മുതൽ 2030 ജൂൺ മാസം അവസാനിക്കുന്ന ജൂൺ 30 വരെ അതിശക്തമായ ദൈവ ആരാധനയും ദൈവിക പദ്ധതികളും ഇസ്രായേൽ ജനവും ഇസ്രായേൽക്കാരും അവിടെ ചെയ്യും. അത് ലോകമെല്ലാം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ആരാധനയും ഏറ്റവും വലിയ പ്രാർത്ഥനയുമായിരിക്കും. ലോകത്തുള്ള മുഴുവൻ യഹൂദരും ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ പ്രാർത്ഥനയെ സംബന്ധിക്കും. അവർ അനേകര് തങ്ങളെ തന്നെ വെണ്മയുറ്റവരാക്കിയും നിർമ്മലരാക്കി സൂക്ഷിക്കുന്നതിനും ആ ബലി അനേകരെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും. എന്നാൽ ദുഷ്ടപ്രവർത്തിക്കും. അപ്പോൾ ആ സമയം 2030 ജൂലൈ 30 ജൂലൈ മാസം മുതൽ 1290 എന്ന സംഖ്യ തുടങ്ങും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടും, വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും. അതായത് റോബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാവിധ ഒരു സംവിധാനങ്ങളും ഞാൻ പറയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതെല്ലാം അവിടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതോടനുബന്ധിച്ച് അതിൽ തന്നെ വലിയൊരു നാടകശാല പോലുള്ള സംവിധാനങ്ങൾ അവരെ ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ നിരന്തര ദഹനബലി നിർത്തലാക്കിക്കൊണ്ട് ആധിപത്യം സാത്താൻ ഏറ്റെടുക്കുകയും അത് പിന്നീട് 3.5 വർഷത്തെ ലോകമഹാപീഡനം അല്ലെങ്കിൽ ലോകമഹായുദ്ധം എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ 2030 മാസം 30 ആ കാലഘട്ടം വരുമ്പോൾ ലോകം ഒരു ഭൂമിയുടെ നേരെ പകുതി 2 കഷ്ണമായിട്ട് പിളർന്ന് മാറുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ലോകമുണ്ടാകും. ആ കാലഘട്ടം തുടങ്ങുമ്പോൾ 1-ാം മുദ്ര അതിൻ്റെ പൊട്ടൽ, 3-ാം മുദ്ര 4-ാം മുദ്രയിലേക്ക് വരും. കാഹളങ്ങൾ ആ സമയത്ത് മുഴങ്ങും. ലോകം കണ്ടിട്ട് വെച്ച് ഏറ്റവും വലിയ ഭയാനകമായ സംഭവങ്ങളിൽ കൂടെ ലോകം കടന്നു. പക്ഷേ എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക് ഭയമില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവന് ഭയമില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ വിശുദ്ധിയുടെ തലങ്ങളിൽ ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് നിത്യരക്ഷയുമുണ്ട്, നിത്യസന്തോഷമുണ്ട്, നിത്യസംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറഞ്ഞിരിക്കുന്നത്, സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷയുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുക. എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. ആ വചനം ഏതാണ്? ദൈവവചനം. ദൈവവചനം അച്ചിട്ടായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം അതേപടി പാലിക്കുകയും അതേപടി നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്ത് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു വെച്ചില്ല എങ്കിൽ നാം ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും, പെട്ടുപോകും. പിന്നെ അതിനെ രക്ഷപ്പെടുക സാധ്യമായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു വയ്ക്കുന്നതിന് ഭാഗ്യം. അത് വലിയ നിഗൂഢ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. അത് ഈ 3.5 വർഷം 1290 എന്ന സംഖ്യ 2030 ജൂലൈയിൽ തുടങ്ങിയാൽ അവിടുന്ന് കറക്റ്റ് 3.5 വർഷം മുന്നോട്ട് പോകുമ്പോൾ 2033 എന്ന സംഖ്യ അവസാനിക്കും. അതൊരു 3.5 വർഷമാണ്. അപ്പോൾ അവിടെയും ഒരു 3.5 വർഷമുണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ ആരാധന ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ സാത്താൻ്റെ ആരാധന വേറെ വശത്ത് നടക്കും. അങ്ങനെ ദൈവവും സാത്താനും തമ്മിലുള്ള അന്തിമ യുദ്ധം, ഈ കാലഘട്ടം അത്രയും ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ അവസാനത്തെ യുദ്ധവും ഏറ്റവും വലിയ സാത്താനുള്ള ഏറ്റുമുട്ടുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ യുദ്ധവും, അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് 2031 യുഗം അവസാനിക്കുമ്പോൾ അതിനുശേഷം വരുന്ന ഏതാനും ചില ചുരുങ്ങിയ സമയം മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. പിന്നീട് വരുന്നത് യേശുവിൻ്റെ രണ്ടാം വരവാണ്. പ്രിയപ്പെട്ടവരെ, അത്ര വരെ വാതിക്കൽ എത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഞാൻ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അവസാന പ്രളയമായിരിക്കും, അവസാനം വരെ യുദ്ധം ഉണ്ടായിരിക്കും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ാം വചനം, 26-ാം വചനത്തിൻ്റെ 3-ാം വചനം നോക്കിയാൽ മതി. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും, അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവർ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചയ്ക്ക് ബലികളും കാഴ്ചകളും അവർ നിരോധിക്കും. ദേവാലയത്തിൻ്റെ ചെറിയമേൽ വിനാശകരം മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അതവിടെ നിൽക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിനായി നോക്കുമ്പോൾ നമ്മുടെ 5-ാം വിരലും 6-ാം വിരലും ഒക്കെ നമ്മൾ ഓരോ വർഷത്തിലേക്ക് നീട്ടി അതിനെ പഠിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ ആ ഭവിഷ്യത്തിൽ ലോകത്ത് വരുമ്പോൾ നാം എത്രമാത്രം ഒരുക്കപ്പെട്ടിട്ടുണ്ട്, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇനി എത്രമാത്രം ഒരുക്കപ്പെടാനുണ്ട് എന്ന് ചിന്തിക്കാനും പഠിക്കാനുള്ളൊരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുങ്ങാം. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി ഈശ്വരനാഥൻ അനുഗ്രഹിക്കട്ടെ. 1 യോഹന്നാൻ 1:7 യേശു ക്രിസ്തുവിൻ്റെ ദുരത്വം എന്നെ അല്ലെങ്കിൽ നിന്നെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷ ഉറപ്പാക്കി യേശു ക്രിസ്തു തിരുശരീരവും തിരുത്വവും കിട്ടുന്ന ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, കൗദാശി തലങ്ങളും നമ്മുടെ സഭാ സംവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് കഴിയുന്നത്ര യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ നാം ശ്രമിച്ചില്ലെങ്കിൽ, പരാജയപ്പെട്ടാൽ പിന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ പിന്നാലെ ആരും വരേണ്ടായിരിക്കില്ല. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ശരീരത്തിനെ, ആത്മാവിനെ, ബുദ്ധിയെ, ചിന്തകളെ, ഇന്ദ്രിയത്തെ, മനസ്സിനെ, ശരീരത്തെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ഭാവനകളെ എല്ലാം കർത്താവായ യേശുവിനെ കരളിൽ കൊടുത്ത് യേശുവിൻ്റെ വരനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.